തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും പറയുന്നത് ഈ കേസ്, ഈ ബലാത്സംഗ കേസ് ഉൾപ്പെടെയുള്ളവ അത് രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയമായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഫലമാണ്. ഒപ്പം തന്നെ ഈ ഇര പരാതി നൽകിയത് നേരിട്ട്, അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രിക്കാണ് നൽകിയിട്ടുള്ളത്. ഇങ്ങനൊരു പീഡനം എന്നുള്ള വിവാദം ഇതിൽ പെടുത്താൻ കഴിയുകയില്ല, അല്ലെങ്കിൽ പീഡനം ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല. ഇത് രാഷ്ട്രീയമായി തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. ഏത് അന്വേഷണവുമായി സഹകരിക്കാം, തെളിവുകൾ ഹാജരാക്കാൻ സമയം വേണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല. ഒപ്പം തന്നെ അദ്ദേഹം ഒരു MLA ആണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഈ കേസ് ഒതുക്കാൻ അല്ലെങ്കിൽ അത് സ്വാധീനിക്കാനൊക്കെയുള്ള ഇടയുണ്ട് എന്നുള്ളത് പ്രോസിക്യൂഷനും വാദിക്കുന്നു. ഇന്ന് ജസ്റ്റിസ് K. ബാബു അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ചാണ് ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. 10ാം നാളും ഒളിവിലാണ് രാഹുൽ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് അതിനിർണായകവുമാണ്. SK.